ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ. ഈസി സിമ്പിളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിക്സ് വേണം. കോൺഫ്ലവർ, മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത് ആവശ്യത്തിന് ഇട്ടിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പം 1 കപ്പ് കോൺഫ്ലവർ ആണെങ്കിൽ സെയിം 1 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടണേ. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയാൽ മതി. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അത് നമ്മൾ എരിവിനനുസരിച്ച്. കാരണം നമ്മൾ ചിക്കൻ കായം തേച്ചത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ചിക്കനിൽ തേച്ച് വെച്ചതാണ്. 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിൽ അത് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, കുറച്ച് കോൾഡ് വാട്ടറാണേ, അതിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതിലൊന്നും കൂടെ കോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ 1 പാക്കറ്റ് ബ്രോസ്റ്റ് പൗഡർ, അത് നമ്മൾ 1 പാക്കറ്റ് മതി. അത് ജസ്റ്റ് നമുക്കതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. നമ്മൾ ആ ബ്രോസ്റ്റ് പൗഡറിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ എത്ര നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. മാത്രമല്ല നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ പരമാവധി നേരത്തെ 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ ചിക്കന് മസാല തേച്ച് വെക്കാൻ നോക്കുക കേട്ടോ. ഒന്നുമില്ല, അതിലെ മസാല ഞാൻ പറഞ്ഞു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മാത്രമേ ഉള്ളൂ, ഉപ്പും. നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മളതിൽ കുറച്ച് മസാല കുറവായപ്പോൾ വന്നതാണേ. എണ്ണ നല്ല ചൂടായിക്കോട്ടെ. നമുക്കതിലേക്ക് നമ്മളെ ബ്രോസ്റ്റ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല, ഉള്ള വേവും വേണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സാധാരണ കടയിലൊക്കെ പോയാൽ ഒരു 450 ഒക്കെ ആയിരിക്കും ഒരു 8 പീസിന്. പക്ഷേ നമുക്ക് ചിക്കൻ കൊണ്ടുവന്നാൽ നമുക്ക് 8-12 പീസ് ഉണ്ടാവും. നല്ല ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ അത് തിരിച്ചും മറിച്ചും നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പൊറാട്ടയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ബ്രോസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 3-4 റൗണ്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതിനുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊരു വട്ടം തയ്യാറാക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഏത് ഐറ്റം ഫുഡാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ആ ഐറ്റം ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് 1 റൗണ്ട് പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെന്തോട്ടെ. നമുക്കതുവരെ വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷെ അത് വേണ്ട, മൂടി വെക്കുമ്പം അതിൽ ആവി ഇറങ്ങിയിട്ട് ചൂടായ ഓയിലിൽ വെള്ളം ഇറ്റുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ചിക്കൻ കറി ഉണ്ട് കേട്ടോ കൂടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മോനത് കഴിച്ചിട്ട് നല്ല അടിപൊളി, ആൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്.